ഒരേ ഒരു കാര്യം കാണിച്ചു തരാം. ടോട്ടൽ മെയിൽ 4143 മെയിൽസ്. എനിക്കറിയാം നിങ്ങളുടെ വായിക്കാത്തതിൽ നിങ്ങൾക്ക് സങ്കടം ഉണ്ട്, വിഷമം, ഒരു ഇതുണ്ടാവും, എത്ര നാളായി അയച്ചിട്ട് വായിക്കുന്നില്ല, അങ്ങനെ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവും. ഐ അണ്ടർസ്റ്റാൻഡ്. പക്ഷെ ഞാൻ ഈ 4000 സീക്രട്ടിൽ ഒരു 1000 സീക്രട്ട് വെച്ചിട്ടുണ്ടാവും, 500 സീക്രട്ട് വെച്ചിട്ടുണ്ടാവില്ലേ. I'm just saying, I'm also trying, guys. I'm sorry. എനിക്ക് 25 വയസ്സുണ്ട്. ബട്ട് ലൈഫിൽ സന്തോഷം എന്താണെന്ന് അറിഞ്ഞിട്ടില്ലാത്ത ഒരാളാണ് ഞാൻ. എൻ്റെ ഫാദർ എന്ന് പറയുന്ന ആൾ ഒരു കുടിയനാണ്. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ അയാൾ കുടിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് വഴക്കുണ്ടാക്കുന്നത് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഞങ്ങൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോഴും ഞങ്ങളെ തല്ലും. അമ്മയെ കൊല്ലാൻ വേണ്ടി എന്ന പോലെ റൂമിലെ ഒരു കോർണറിൽ ഇട്ട് ചവിട്ടി കൂട്ടിയിട്ടുണ്ട്. ഞങ്ങൾ അമ്മയെ പിടിക്കാൻ വന്നാൽ അമ്മയ്ക്ക് കൂടുതൽ അടി കിട്ടും, കൂടെ ഞങ്ങൾക്കും കിട്ടും. വല്ലാത്തൊരു ലൈഫായിരുന്നു. ഓരോ ദിവസവും അയാൾ വരുന്ന സൗണ്ട് കേട്ടാൽ ഞങ്ങൾക്ക് പേടിയാണ്, എസ്പെഷ്യലി സൺഡേ. ഒരു സൺഡേ പോലും ഞാൻ ഇച്ചിരി മനസ്സമാധാനത്തോടെ ഉറങ്ങിയതായി അറിവില്ല. ആർക്കും അയാളെ ഇഷ്ടമല്ല. അമ്മ ഒരു പാവമായതുകൊണ്ട് പിടിച്ചു നിന്നു. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അയാളെ കൊന്നേനെ ഫോർ ഷുവർ. ഞാൻ ബിടെക് ചെയ്യാനായി MP യിലേക്ക് പോയപ്പോഴും വീട്ടിൽ എന്താണ് നടക്കുന്നത് എന്നോർത്ത് ഉറങ്ങാൻ പോലും പറ്റാറില്ല. ഹോസ്റ്റലിൽ വെച്ച് എല്ലാ സൺഡേയും ഞാൻ ഉറക്കത്തിൽ ഞെട്ടി തരിച്ച് എഴുന്നേക്കും, അമ്മയെന്ന് വിളിച്ച്. റൂംമേറ്റ്സ് ചോദിക്കും റീസൺ, പക്ഷെ ഞാൻ അവരോട് ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ പഠിച്ചു കഴിഞ്ഞ് നാട്ടിലെത്തി. എല്ലാം പഴയ പോലെ തന്നെ. ഒരുപാട് പ്രശ്നങ്ങൾ കടന്നു പോകുന്നുണ്ട് വീട്ടിൽ അയാൾ ഇല്ലാത്ത ടൈം ഞങ്ങൾ നല്ല ഹാപ്പിയാണ്. പക്ഷെ അയാൾ വന്നാൽ പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആണ്. ഞങ്ങൾക്ക് സംസാരിക്കാൻ പേടിയായിരുന്നു. ഞങ്ങൾ ഫുഡ് കഴിക്കുന്നതിന് ഇടയിൽ ഇയാൾ പ്ലേറ്റ് വലിച്ചെറിയും. ഫുഡ് ഞങ്ങളുടെ നേരെ എറിയും. പക്ഷേ ഇയാൾക്ക് ബാക്കി കുട്ടികളെ എല്ലാം ഇഷ്ടമാണ്. അവരുടെ മുന്നിൽ വെച്ച് ഞങ്ങളെ വളരെ താഴ്ത്തി സംസാരിക്കും. വിവരമില്ല, മന്ദബുദ്ധികൾ എന്ന് വിളിക്കും. ഞങ്ങളെ മാത്രമല്ല, അമ്മയെയും. ഗ്രാജുവലി ഞങ്ങൾക്ക് അയാളോടുള്ള പേടി വെറുപ്പായി. ഇപ്പോൾ ഇയാളോട് ഞങ്ങൾക്ക് പേടിയില്ല, വെറുപ്പ് മാത്രം. കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. ആപ്പിൾ സീഡ് പൗഡർ ആക്കി കഴിച്ചാൽ ചത്തുപോകുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അന്നു മുതൽ വീട്ടിൽ മേടിക്കുന്ന ആപ്പിളിൻ്റെ സീഡ്സ് സൂക്ഷിച്ചു വയ്ക്കുമായിരുന്നു, അയാളെ കൊല്ലാനായിട്ട്. ഇപ്പോൾ അമ്മ അയാളുടെ കൂടെ കിടക്കുന്നില്ല, അമ്മ ഞങ്ങളുടെ കൂടെയാണ് ഉറങ്ങുന്നത്. ഇയാളുടെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇയാൾക്ക് പണ്ട് പ്രോസ്റ്റിറ്റ്യൂട്ട്സായി ബന്ധമുണ്ടെന്ന്. സോ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഇയാളുടെ ഫേസ് മാറും. ഞാൻ വലുതായതിനു ശേഷം ഓരോന്ന് ആലോചിക്കുമ്പോൾ ഇയാൾ ഞങ്ങളെയും ആ രീതിയിൽ നോക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നു. അമ്മ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ കിടക്കുന്ന കാരണം ഇയാൾക്ക് ദേഷ്യമാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, അയാൾക്ക് സെക്സ് ചെയ്യാനിപ്പോൾ ആളെ കിട്ടാത്ത കാരണം. എനിക്കൊരു ചേച്ചിയുണ്ട്, അവളുടെ മാരേജ് കഴിഞ്ഞ് അവൾക്കൊരു കുട്ടിയുണ്ട്. എന്നിട്ടും ഇയാൾക്ക് കൂടെ കിടക്കാൻ ആളില്ലാത്തതാണ് പ്രശ്നം. ഇയാളുടെ വായിൽ നിന്ന് വരുന്ന സംസാരം ഫുൾ ആ രീതിയിലാണ്. ഞാൻ ഇയാളെ അപ്പ എന്ന് വിളിക്കുന്നത് നിർത്തിയിട്ട് ഇപ്പോൾ 2 years ആയി. ഞാനിത് ടൈപ്പ് ചെയ്യുന്ന ഈ നൈറ്റ് കൂടി ഒരു യുദ്ധം വീട്ടിൽ കഴിഞ്ഞതേ ഉള്ളൂ. അയാൾക്ക് അമ്മ കൂടെ കിടക്കണം, ഇല്ലെങ്കിൽ ഞങ്ങളായാലും മതി. അതുപോലെയാണ് അയാളുടെ സംസാരം. ലൈഫിനൊരു മീനിങ് ഇല്ലാത്ത പോലെ തോന്നുവാണ്. എന്തിനാ ജീവിക്കുന്നതെന്നറിയില്ല. ഡെയിലി പ്രശ്നം. എൻ്റെ ചില ഫ്രണ്ട്സിൻ്റെ ഫാദേഴ്സ് മരിച്ചു പോയിട്ടുണ്ട് എന്നറിയുമ്പോൾ ഞാൻ ആലോചിക്കും, അവരുടെ പപ്പ മരിക്കുന്നതിന് പകരം ഇയാളാണ് മരിച്ചിരുന്നതെങ്കിലെന്ന്. ഞങ്ങൾക്ക് കുറച്ച് സമാധാനം കിട്ടിയേനെ. അയാളുടെ ഒരുപാട് വൃത്തികേട് ഇനിയും പറയാനുണ്ട്, പക്ഷേ ഇത് ഓൾറെഡി ലെങ്തി ആണെന്ന് തോന്നുന്നു. ഈ നൈറ്റ് കൂടി എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നേ എന്ന് ഞാൻ ആലോചിച്ചു. സൂയിസൈഡ് ചെയ്യാൻ പേടിയാണ്. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പണ്ടേ എല്ലാവരോടും ബായ് പറഞ്ഞു പോയേനെ. പിന്നെ എൻ്റെ അമ്മ ഒരു പാവമാണ്. അമ്മയെ ഓർത്ത് മാത്രം ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. കരഞ്ഞ് കരഞ്ഞ് എൻ്റെ കണ്ണ് വീർത്തിരിക്കുകയാണ്. ടൈപ്പ് ചെയ്യാനും നല്ല ബുദ്ധിമുട്ടുണ്ട്. മരിച്ചാലല്ലാതെ എനിക്ക് സമാധാനം എന്താണെന്ന് അറിയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ ആരുമില്ല. ഇയാളെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാരണം ആരും എന്നോട് സംസാരിക്കില്ല, കൂട്ടുകൂടില്ല. അറിയില്ല എന്ത് ചെയ്യണമെന്ന്. ഇയാൾ എന്തെങ്കിലും ആക്സിഡൻറ്റ് വന്ന് മരിച്ചു പോകാനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഐ വുഡ് ലൈക്ക് ടു ജോയിൻ യുവർ പ്രേയേഴ്സ്. ആദ്യത്തെ സീക്രട്ട്. ഹായ് ചേച്ചി, ഞാൻ വളരെ സാഡായിരിക്കുന്ന ഒരു ടൈമാണ് ഞാൻ ചേച്ചിക്ക് ടെക്സ്റ്റ് ചെയ്യുന്നത്. ഞാനൊരു +1 സ്റ്റുഡൻ്റ് ആണ്. ഞങ്ങൾ 2 മക്കളാണ്. എനിക്കൊരു സിസ്റ്ററുണ്ട്. ലാസ്റ്റ് മന്ത് 2 week എൻ്റെ അമ്മ വീട്ടിലില്ലായിരുന്നു. എനിക്ക് ഭക്ഷണം എടുത്ത് തന്നതും എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയതും എൻ്റെ ചേച്ചിയാണ്. എൻ്റെ ഡ്രസ്സൊക്കെ അലക്കിയത് എൻ്റെ ചേച്ചിയാണ്. ചേച്ചി എനിക്ക് വേണ്ട ഫുഡൊക്കെ ഉണ്ടാക്കി തന്നു. എന്നെ അമ്മയില്ലാത്തത് അറിയിക്കാതെ എൻ്റെ ചേച്ചി എന്നെ നോക്കി. ബട്ട് ഒരു ദിവസം എനിക്ക് ചേച്ചി ഉണ്ടാക്കി തന്ന എഗ്ഗ് പൊരിച്ചത് കുരുമുളക് പൗഡർ ഇട്ടു. എനിക്കത് ഇഷ്ടമില്ല എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ആ എഗ്ഗ് പൊരിച്ചത് തട്ടിമാറ്റി. അപ്പോൾ ചേച്ചി എന്നെ ചെറുതായിട്ടൊന്ന് തല്ലി. എനിക്ക് ദേഷ്യം വന്നു. ഞാൻ അവളെ തിരിച്ച് നല്ലൊരു അടി പുറത്തു കൊടുത്തു. അവൾ കരഞ്ഞു. ഞാൻ പിന്നെയും അവളുടെ മുടി പിടിച്ചു വലിച്ചു. ബ്രോ ചിൽ. നൈറ്റൊക്കെ ആയപ്പോൾ എനിക്ക് ചെയ്ത തെറ്റ് മനസ്സിലായി. ഞാൻ അവളോട് സോറി പറയാൻ പോയി. അവൾ എന്നെ ഒന്നും മൈൻഡ് ചെയ്തത് പോലുമില്ല. അങ്ങനെ 2 ദിവസം ചേച്ചി എന്നോട് മിണ്ടിയത് പോലുമില്ല. എനിക്ക് കരച്ചിലൊക്കെ വന്നു.
അമ്മ വീട്ടിലില്ലാത്തത് കൊണ്ടും ചേച്ചി മിണ്ടാത്തത് കൊണ്ടും ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കായി. അച്ഛൻ ദുബായിലാണ്. ഞാൻ ക്ലാസ്സിൽ ചെന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവനും എന്നെ കുറ്റപ്പെടുത്തി. എനിക്ക് കരച്ചിൽ വന്നു. അവൻ എന്നോട് ചേച്ചിയുടെ കാൽ പിടിച്ച് മാപ്പ് പറയാൻ പറഞ്ഞു. സ്കൂൾ വിട്ട ശേഷം ഞാൻ വീട്ടിലെത്തിയപ്പോൾ ചേച്ചി സോഫയിലിരുന്ന് ടി വി കാണുകയായിരുന്നു. ഞാനൊന്നും പറയാതെ ബാക്ക് ടേബിളിൽ വെച്ച് ചേച്ചിയുടെ മുമ്പിൽ പോയി നിലത്ത് കിടന്നു. ചേച്ചിയുടെ കാൽ പിടിച്ച് കരഞ്ഞു. കരച്ചിൽ ചേച്ചിയുടെ കാല് വരെ ഞാൻ കരച്ചിലിൽ ചേച്ചിയുടെ കാല് വരെ ഞാൻ ലിക്ക് ചെയ്തു. ചേച്ചി എന്നോട് എണീക്കാൻ പറഞ്ഞു. ഞാൻ മുട്ട് കുത്തി നിലത്ത് നിന്നു. എന്നിട്ട് ചേച്ചി എന്നെ കുറെ ഉപദേശിച്ചു. എന്നിട്ട് ഒന്നുകൂടെ കാൽ പിടിച്ച് മാപ്പ് പറയാൻ പറഞ്ഞു. ഞാൻ കാൽ പിടിച്ച് ക്ഷമയാചിച്ചു. അങ്ങനെ ചേച്ചി ക്ഷമിച്ചു എന്ന് പറഞ്ഞ് എന്നെ ഹഗ് ചെയ്തു. നൈറ്റ് എനിക്ക് റൈസ് ഫീഡ് ചെയ്ത് തന്നു. അടുത്ത സീക്രട്ട്. ഹായ്, ഡു യു ട്രസ്റ്റ് ഇൻ ബ്ലാക്ക് മാജിക്? യെസ്, എനിവേ ഐ ഡു. എൻ്റെ വീട്ടിൽ ഇത് റിലേറ്റഡ് ഒരു സംഭവം ഉണ്ടായി. അന്ന് ഞാൻ 7 year old ആണ്. ആൻഡ് മൈ സിസ്റ്റർ വാസ് 10. ഒരു ദിവസം രാത്രി 3 മണിയായപ്പോൾ എന്തോ സൗണ്ട് കേട്ട് ഞാൻ എഴുന്നേറ്റു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ സിസ്റ്റർ അവിടെ പേടിച്ച് എന്തോ നോക്കി നിൽക്കുന്നു. ഞാനപ്പോൾ എന്താ ഇത്ത എന്ന് പറഞ്ഞ് അടുത്തോട്ട് പോയി നോക്കിയപ്പോൾ കാണുന്നത് എൻ്റെ ഉമ്മയുടെ ഉള്ളിൽ എന്തോ നെഗറ്റീവ് എനർജി കയറി. ഷീ വാസ് നോട്ട് നോർമൽ. എൻ്റെ ഉപ്പാൻ്റെ നെക്കിൽ പിടിച്ച് പൊക്കി നിർത്തി. ലിറ്ററലി 2 times മോർ വെയിറ്റ് ദാൻ ഹർ. ഇതാണ് ഞാൻ വന്ന് കാണുന്നത്. ഞാൻ അപ്പോൾ ഉറക്കി കരഞ്ഞു. എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സും എണീറ്റു. എൻ്റെ വല്യമ്മ, മാമ എല്ലാവരും ഉണ്ടായിരുന്നു ആ സമയത്ത്. വീട്ടിൽ മാമ വന്ന് ഉമ്മയുടെ കൈ പിടിച്ച് താഴെ വെച്ചു. ആൻഡ് വല്യമ്മ മറ്റേ കൈയും. ആൻഡ് ദേ വർ പ്രേയിങ് വെൻ മൈ വല്യമ്മ ടെല്ലിങ് അല്ലാ മൈ മോം വാസ് ഗെറ്റിംഗ് സോ ആംഗ്രി ആൻഡ് മൈ മോം സൗണ്ട് വാസ് ഡിഫറെൻറ്റ് ദാറ്റ് ടൈം. പിന്നെ ആ സമയം ഉപ്പ ഒരു ഉസ്താദിനെ വിളിച്ച് ഉമ്മയുടെ ചെവിയിൽ ഫോൺ വെച്ച് കൊടുത്തു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മ ബോധം കെട്ടു. ആ സമയത്ത് ഉസ്താദ് പറഞ്ഞു, ആരും ഉമ്മാനെ ഒറ്റയ്ക്ക് ഇരുത്തരുത്, ഷീ മേ കമ്മിറ്റ് സൂയിസൈഡ്, ആൻഡ് നൈഫൊക്കെ ഒളിപ്പിച്ച് വയ്ക്കണം, അവളെ കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറച്ച് കാലം ഉണ്ടായിരുന്നില്ല. ബട്ട് പിന്നെയും വെൻ ഐ വാസ് 9 ഒന്നുകൂടെ ഉമ്മയുടെ മേത്ത് ഇത് കയറി. ബട്ട് മൈ വല്യമ്മ മാനേജ് ചെയ്തു. ആൻഡ് ദോസ് ടൈം മൈ മോം കൈക്കുത്തിയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. എഴുന്നേറ്റ് നിന്ന തല കറങ്ങുമായിരുന്നു. ഷി വാസ് പെർഫെക്റ്റ്ലി നോട്ട് ഫൈൻ. ഇടയ്ക്കിടയ്ക്ക് പേടിക്കുമായിരുന്നു ഞാൻ വെൻ ഐ സോ ഹർ ഫേസ്. പിന്നെ വെൻ ഐ വാസ് 13 ദ ഫൈനൽ ഡേ കെയിം, ദ എക്സോസിസം. ഞാൻ സ്കൂൾ വിട്ട് വരുമായിരുന്നു. ആ വീട്ടിൽ 4-5 ഉസ്താദുമാർ ആൻഡ് കുറേ എഗ്സ്, അതിലെന്തൊക്കെയോ എഴുതിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നാരങ്ങ സംതിങ്. ഐ ഓൺലി വാച്ച്ഡ് ഓൺ മൂവീസ്. ഐ ഡിഡ്ന്റ് ഈവൻ ട്രസ്റ്റ് ദ പ്രൊസീജിയർ ദേ വർ ഡൂയിങ്. പിന്നെ ഞങ്ങളെയൊക്കെ ഇരുത്തി ആ കോഴിമുട്ട ഞങ്ങളുടെ തലയുടെ ചുറ്റിനുമാക്കി. കുടുംബത്തിൻ്റെ കംപ്ലീറ്റ് പ്രശ്നങ്ങളും മൈ വല്യമ്മ സാക്രിഫൈസ് ചെയ്തു. വല്യമ്മ എല്ലാം എടുത്തു. പിറ്റേ ദിവസം വല്യമ്മ വാസ് നോട്ട് നോർമൽ. കിഡ്നി വീക്കായി. ഞങ്ങൾ ആശുപത്രിയിൽ പോയി. എൻ്റെ വല്യമ്മ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഷി ഡോണ്ട് ഈവൻ റിമെമ്പർ മീ ഇൻ 2 days. മൊത്തം മെമ്മറി ലോസ് ആയി. ഡോക്ടേഴ്സൊക്കെ പറഞ്ഞു കിഡ്നി പ്രോബ്ലം ആണെന്ന്. ബട്ട് ഐ സ്റ്റിൽ റിമെമ്പർ ഇറ്റ് ഈസ് എ സാക്രിഫൈസ്. അതിനുശേഷം എൻ്റെ ഉമ്മാക്ക് അങ്ങനെയൊന്നും വന്നിട്ടില്ല. അടുത്ത സീക്രട്ട്. ഹേയ് ഇവ, സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കണ്ടൻ്റൊക്കെ അടിപൊളിയാണ് ആൻഡ് സുന്ദരിയും. ഞാൻ ഈ അയക്കുന്ന മെയിൽ വായിക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. എനിവേ സീക്രട്ട് ഇതാണ്. ഒരു വലിയ പെരുന്നാൾ ദിവസം, ഐ മീൻ ഈദ്, ഞങ്ങൾ ഫ്രണ്ട്സ് എങ്ങോട്ടെങ്കിലും പോകാൻ പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ബട്ട് നല്ല മഴയുമായിരുന്നു. അപ്പോൾ ലോങ് ട്രിപ്പ് കുറച്ച് ശോകമാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞ് ഒരു തീരുമാനത്തിലെത്തി. എല്ലാവരും മൂവിക്ക് പോകാൻ തീരുമാനിച്ചു. ഞങ്ങൾ ടോട്ടൽ 15 പേരുണ്ടായിരുന്നു. ഞങ്ങൾ ആടുജീവിതമാണ് കയറാൻ തീരുമാനിച്ചത്. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ എല്ലാവരുടെയും ഫണ്ട് കളക്ട് ആക്കാൻ തുടങ്ങി. എൻ്റെ ഫോണിൽ ബുക്ക് മൈ ഷോ ആപ്പിൾ ഓഫേഴ്സ് ഉള്ളത് കാരണം ഞാൻ എൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് 15 പേരുടെയും 150 × 15 = 2250 റുപ്പീസ് ടോട്ടലിൻ്റെ GPay എത്തി. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോയി. ഇവിടുന്ന് 10 കിലോമീറ്റർ ഉണ്ട് തിയേറ്ററിലേക്ക്. അങ്ങനെ അവിടെ എത്തിയപ്പോഴേക്കും മഴ കൂടി. അങ്ങനെ ലാസ്റ്റ് അവിടെ എത്തിയപ്പോൾ അവിടുത്തെ സ്ക്രീൻ 3, അതായത് ഞങ്ങളുടെ സ്ക്രീൻ പ്രൊജക്ടർ കംപ്ലൈൻ്റ് ആണ് എന്ന് പറഞ്ഞത്. എല്ലാവരോടും പറഞ്ഞു ഇന്ന് ഷോ ഇല്ല, വീട്ടിൽ പോകാൻ അയാൾ പറഞ്ഞു. ബട്ട് ആരും പോകാൻ തീരുമാനിച്ചില്ല. ദൂരേന്ന് ഉള്ളവരും ഉണ്ട്. ആൻഡ് ഈദാണ്, എല്ലാവരും നല്ല റിസ്ക് എടുത്ത് വന്നതാണ്. അങ്ങനെ ആ സീൻ ഒരു കയ്യങ്കളിയുടെ വഴിയിലെത്തി. അങ്ങനെ അവസാനം ആ ഓണർ സമ്മതിച്ചു. സ്ക്രീൻ 2 ഷോ കഴിഞ്ഞപ്പോൾ ഞങ്ങളെ അങ്ങോട്ട് മാറ്റി 3-ൽ. അത് ഫിക്സ് ചെയ്യാനുള്ള ആളെയും വിളിച്ചു. ഇതിൽ ആ ഓണർ ഒരു തെറ്റ് പറ്റി. അയാൾ വിചാരിച്ചു കാണും ഈ ആളുകൾ ഇത് സീനാകുമെന്ന്. അങ്ങനെ അയാൾ ഓൺലൈൻ ബുക്ക് ചെയ്തവർക്ക് റീഫണ്ട് കൊടുക്കാനുള്ള നടപടികളും നടത്തി കഴിഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ മൂവി കാണാനിരുന്നു. ഈ കാര്യം ഒന്നും എനിക്ക് അപ്പോൾ അറിയില്ലായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയപ്പോഴാണ് കാണുന്നത് ആ ടിക്കറ്റിൻ്റെ ഫുൾ എമൗണ്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയത്. എൻ്റെ കിളിയാകെ പോയി. അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഞാൻ ആ ക്യാഷ് യൂസ് ചെയ്യാതെ നിന്നു.
ബിക്കോസ് ഞാനൊരു ഗുഡ് ബോയ് ആയതുകൊണ്ട്. അങ്ങനെ കുറേ ഡേയ്സിന് ശേഷം എൻ്റെ ബർത്ത്ഡേ വന്നു. ഞാൻ എൻ്റെ കൂടെ അന്ന് മൂവിക്ക് വന്ന എല്ലാവരെയും വിളിച്ചു. എല്ലാവർക്കും മന്തിയും ഷവായും വാങ്ങി കൊടുത്തു. ബട്ട് അവർക്ക് ഇപ്പോഴും അറിയില്ല അവർ കഴിച്ചത് അവരുടെ ക്യാഷിനാണെന്ന്. ഇതൊരു തെറ്റാണോ? അവരുടെ ക്യാഷിനെ കഴിച്ചെന്ന് പറഞ്ഞേക്ക്. അല്ലേ, അതല്ലേ ഒരു മര്യാദ.